2 मिनट की मान का, सम्मान का, श्रद्धा का बार बार नमन। मन के भाव भावनाओं के बादल से बन जाते हैं। देश के हर पर्व पर, हर गर्व पर ये वीर शहीद सदा याद आते हैं। राष्ट्रीय समर स्मारक पर माननीय प्रधानमंत्री द्वारा अमर शहीदों को श्रद्धांजलि अर्पित की गई। भावुक कर देने वाला 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ഔപചാരികമായ തുടക്കമായിരിക്കുന്നു. ദേശീയ യുദ്ധ സ്മാരകത്തിൽ നാഷണൽ വാർ മെമ്മോറിയൽ ഇപ്പോൾ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നു. പുഷ്പചക്രം അർപ്പിച്ചിരിക്കുന്നു. 2019 ആണ് രാജ്യത്തിന്റെ സൈനികർക്ക്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി രാവും പകലും കാവൽ നിൽക്കുന്ന, രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരുടെ സ്മരണാർത്ഥം നാഷണൽ വാർ മെമ്മോറിയൽ സ്ഥാപിതമായത്. ഇതേ പ്രധാനമന്ത്രി തന്നെയാണ് 2019 ഈ വാർ മെമ്മോറിയലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പിന്നീട് 2022 ആണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തുടക്കം വാർ മെമ്മോറിയലിൽ നിന്ന് ആക്കിയത്. അതിനു മുമ്പ് നമ്മുടെ ധീര സൈനികരെ സ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകം എന്നത് ഇന്ത്യ ഗേറ്റ് ആയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, അതോടൊപ്പം തന്നെ അഫ്ഗാൻ യുദ്ധ സമയത്തടക്കം വീരചരമം പ്രാപിച്ചവരുടെ പേരുകൾ ആലേഖനം ചെയ്തിരുന്ന ആ ഇന്ത്യ ഗേറ്റിൽ ആയിരുന്നു അമർ ജവാൻ ജ്യോതി, അണയാത്ത ജ്യോതി അർപ്പിച്ചിരുന്നതെങ്കിൽ 2022 ഈ ജ്യോതി പിന്നീട് ഇന്ത്യ ഗേറ്റിൽ നിന്ന് ദേശീയ യുദ്ധ സ്മാരകത്തിലേക്ക് മാറ്റുന്നു. പിന്നീടാണ് റിപ്പബ്ലിക് ദിനാഘോഷം അവിടെ നിന്ന് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിച്ചതിന് ശേഷം ആയിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷം തുടങ്ങുന്നത്. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി യുദ്ധ സ്മാരകത്തിൽ നിന്ന് പുഷ്പചക്രം അർപ്പിച്ച ശേഷം ഇനി പ്രധാനമന്ത്രി കർത്തവ്യപഥിലേക്ക് മടങ്ങുകയാണ്. ധീര ജവാന്മാരുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പുതുക്കുന്നു. രാജ്യം ആ ജവാന്മാർക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിലായി ധീര ജവാന്മാർ വീരചരമം പ്രാപിച്ചിട്ടുണ്ട്. അത് പല യുദ്ധങ്ങളിൽ, ഒപ്പം സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ആർമിയുടെ കാലഘട്ടത്തിൽ അടക്കം ഇന്ത്യൻ സൈന്യം ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട് വീരചരമം പ്രാപിച്ച സാഹചര്യമുണ്ട്. ഇതാ അതിൽ മരണപ്പെട്ടവർക്ക് 2 മിനിറ്റ് നിശബ്ദമായി മൗനം ആചരിച്ച് അവരെ ഓർത്തെടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതേ യുദ്ധ സ്മാരകത്തിൽ തന്നെ പ്രധാനമന്ത്രി തന്റെ കുറിപ്പ് എഴുതി വെക്കുന്നു. അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് കർത്തവ്യപഥിലേക്ക് പുറപ്പെടും. അതേസമയം തന്നെയാണ് റെയ്സീന കുന്നിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി കൂടിയായിട്ടുള്ള ദ്രൗപദി മുർമു അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുക. രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപൻ എന്നത് എക്കാലവും രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെയാണ് സൈന്യത്തിന്റെ കരുത്ത് അറിയിക്കുന്ന ഈ ദിനത്തിൽ അവരുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത് രാഷ്ട്രപതി എന്ന പ്രത്യേകതയിലേക്ക് പോകുന്നത്. ഇനി ഇവിടെ നിന്ന് പ്രധാനമന്ത്രി തിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ ഏറ്റവും മനോഹരമായ നിർമ്മിതികളിൽ ഒന്നാണ് ഈ ദേശീയ സ്മാരകവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ ഗേറ്റും, ഒപ്പം റെയ്സീന കുന്നും അതിനു ചുറ്റുമുള്ള പാർലമെന്റ് അടക്കമുള്ള പ്രദേശങ്ങളും. കർത്തവ്യപഥിൽ ഏതാണ്ട് 2 കിലോമീറ്ററിൽ അധികം ദൂരം വരുന്ന പാതയിലൂടെ ആണ് ഇനി ഇന്ത്യൻ സേനയുടെ കരുത്ത് വിളിച്ചോതുന്ന ഈ മാർച്ച് പാസ്റ്റ് കടന്നു പോവുക. അതോടൊപ്പം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ, വിവിധ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായിട്ടുള്ള കലാരൂപങ്ങൾ ഉൾപ്പെടെ പ്രകടമാക്കുന്നു എന്നതാണ് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രത്യേകത. ദേശീയ യുദ്ധ സ്മാരകത്തിലെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ ഔദ്യോഗികമായി ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുന്നു. അവിടെ രാഷ്ട്രപതിയെ, സർവ്വ സൈന്യാധിപയെ സ്വീകരിക്കേണ്ടത് പ്രധാനമന്ത്രിയും രക്ഷാമന്ത്രിയും ഉൾപ്പെടെ ഉള്ളവർ ആണ്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് ഒരു നേർരേഖയിൽ എന്ന പോലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന അതിമനോഹരമായ ഭൂപ്രദേശം, വസന്തകാലം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഏറ്റവും പുഷ്പവൃഷ്ടിയോടുകൂടി അല്ലെങ്കിൽ പുഷ്പാലങ്കൃതമായ രാജ്യ തലസ്ഥാനത്തെയാണ് നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അങ്ങനെ കനത്ത സുരക്ഷാ വലയത്തിൽ ഏറ്റവും പ്രകൃതി രമണീയമായ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് രാജ്യം കാതോർക്കുന്നത് ഇനി നമ്മുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന എന്തൊക്കെ പുതിയ സാങ്കേതിക സംവിധാനങ്ങളെ ഇന്ത്യ പ്രയോജനപ്പെടുത്തുന്നു, ഇന്ത്യയുടെ യുദ്ധക്കോപ്പുകൾ എന്തൊക്കെ എന്നതിന്റെ ശക്തി പ്രകടനം കൂടിയായി പലപ്പോഴും റിപ്പബ്ലിക് ദിന പരേഡുകൾ മാറാറുണ്ട്. ഏറ്റവും രഹസ്യമായി സൂക്ഷിക്കുന്ന ആയുധങ്ങൾ മാത്രമാണ് ഇതിൽ പ്രദർശിപ്പിക്കാതിരിക്കുക. അതിന് പകരം മറ്റ് സാധാരണക്കാരായ ആളുകൾക്ക് കൂടി ദൃശ്യമാകുന്ന തരത്തിൽ നമ്മുടെ സൈനിക കരുത്ത്, സൈനികരുടെ ഒരുമ, അങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ആകാശത്ത് പുഷ്പവൃഷ്ടി നടത്തുന്ന നമ്മുടെ വ്യോമ വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. നാവിക വിഭാഗത്തിന്റെ കരുത്ത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്.
അങ്ങനെ ഇതാ ഈ കാണുന്ന നേരേഖ പോലെയുള്ള, അതായത് ഇപ്പോൾ കാണുന്ന ഇന്ത്യ ഗേറ്റ്, ആ ഇന്ത്യ ഗേറ്റിനപ്പുറത്ത് യുദ്ധസ്മാരകം, അതേ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് റെയ്സീന കുന്നിലേക്ക് എത്താൻ പറ്റുന്നു. ആ നേരേഖയിലൂടെ കടന്നു പോകുന്ന കർത്തവ്യപഥ് ഇതാ ഇപ്പോൾ റെയ്സീന കുന്നിൽ നിന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് ആണ് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു രീതിയാണ് ഇന്ത്യ ഇപ്പോഴും ഈ റിപ്പബ്ലിക് ദിനത്തിൽ പിന്തുടരുന്നത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ ഇനി കാണാൻ സാധിക്കും. അല്പസമയത്തിനകം ഇവർ ഇന്ത്യയുടെ രാഷ്ട്രപതി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുന്നത്. ഈ റെയ്സീന കുന്നിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ വിശാലമായ കർത്തവ്യപഥിനെയും അതിന്റെ ഇരുവശത്തും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കാണാൻ നേർസാക്ഷികളാകാൻ പതിനായിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്നതും എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നേരെ കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ആകാശ ചിത്രങ്ങളിൽ കാണുന്നു, അവിടെ അശ്വാരൂഢ സേന രാഷ്ട്രപതിയെ, നമ്മുടെ സർവ്വ സൈന്യാധിപയെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇപ്പോഴും ഇത്തരത്തിൽ അശ്വസേനയുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നതാണ് എടുത്തു പറയേണ്ടത്. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്, സാങ്കേതിക സംവിധാനങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും പുരാതന കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന സേനാ വിഭാഗങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് രാജ്യത്തിന്. അതിന്റെ ഭാഗമായാണ് ഈ സേനാ വിഭാഗത്തെ, അശ്വാരൂഢ സേനയെ ഇപ്പോഴും നമ്മൾ നിലനിർത്തുന്നത്. ഇപ്പോഴും ആ പൈതൃകവും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പേർക്കൊണ്ട് തന്നെയാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുന്നത് എന്നതാണ് ഈ രാജ്യത്തിന്റെ കരുത്ത്, പൈതൃകം, അതോടൊപ്പം പാരമ്പര്യം എത്രത്തോളം ശക്തമാണ് എന്നൊരിക്കൽ കൂടി വിളിച്ചോതുന്ന തരത്തിലേക്ക് പോകുന്നത്. ഇതാ റെയ്സീന കുന്നിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സേനാ വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അല്പസമയത്തിനകം ഇതേ സേനയോടൊപ്പം തന്നെ ഇവരുടെ അകമ്പടിയോടുകൂടി റെയ്സീന കുന്നിൽ നിന്ന് കർത്തവ്യപഥിലേക്ക് പുറപ്പെടും. അശ്വാരൂഢ സേനയുടെ അഭിവാദ്യം സ്വീകരിച്ചിരിക്കുന്നു. ഇനി കർത്തവ്യപഥിലേക്ക് പുറപ്പെടുകയാണ്. ലോകത്തിന് തന്നെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണിത്. കാരണം ഒരു സേനയുടെ തലപ്പത്ത് ഒരു വനിത, ഇന്ത്യയുടെ പ്രഥമ വ്യക്തി എന്നത് ഒരു വനിത ആകുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.